തൊടുപുഴ കലയന്താനിയിൽ കൊല്ലപ്പെട്ട കാറ്ററിംഗ് ഉടമ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മാൻഹോളിൽ പ്രതികൾ കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അല്പസമയം മുമ്പാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് കോൺക്രീറ്റ് പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം തുടങ്ങിയത്. ഉടൻ മൃതദേഹം പുറത്തേക്ക് എടുക്കും. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. വളരെ ആസൂത്രിതമായിട്ടാണ് പ്രതികൾ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് കാറ്ററിംഗ് ഉടമയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തുന്നത്. ആ കൊലപാതകത്തിലാണ് ചുരുളഴിക്കാൻ ഇപ്പോൾ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. ജെയിൻ ചേരുന്നുണ്ട്. ജെയിൻ, എന്തായി അവിടെ കാര്യങ്ങൾ? സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോലീസ് പോവുകയാണ്. പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരാളാണ് ഈ പിടികൂടാനുള്ളത്. അങ്ങനെ നിർണായകമായി പോലീസിനെ ചുരുള് ഈ കേസിൽ അഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടേഷൻ സംഘത്തിന്റെ കൂടി കണക്ഷൻ ഉണ്ട് ഈ കേസിൽ. കാപ്പ കേസ് പ്രതി ഉൾപ്പെട്ട കേസാണ്. ആ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അന്വേഷിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകുകയും കേസിൽ ചുരുളഴിക്കാനും പോലീസിന് കഴിഞ്ഞത്. ജെയിൻ ചെയ്യുന്നുണ്ട്. ജെയിൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും? പ്രജീഷ, ഇപ്പോൾ ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ളൊരു ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുഴിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ മാൻഹോൾ വളരെ ചെറുതായിരുന്നു. കാരണം ഈ മൃതദേഹം പഴക്കം കൊണ്ട് തന്നെ ചീർക്കുകയും ആ മാൻഹോളിലൂടെ ഈ മൃതദേഹം പുറത്തേക്ക് കടക്കാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഫയർഫോഴ്സ് കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ എത്തിച്ച് ആ കോൺക്രീറ്റ് ഭാഗം മുറിച്ച് നീക്കിയിട്ടുണ്ട്. ആ മുറിച്ച് നീക്കിയതിന് ശേഷം ഇപ്പം മൃതദേഹം പുറത്തേക്ക് എടുക്കും. പക്ഷേ മൃതദേഹം പുറത്തേക്ക് എടുത്താലും അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാരണം പുറത്ത് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ നിൽക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും മഹസറും ഒക്കെ തയ്യാറാക്കുക. വാർഡ് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഇപ്പോൾ ഈ മൃതദേഹമുള്ള ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ മഴയും കാറ്റുമാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ മറ്റ് നടപടികളൊക്കെ വൈകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തിക്കും. എത്തിച്ചതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷമായിരിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടെ നിന്ന് കൊണ്ടുപോവുക. ഈ കേസിൽ പോലീസ് സംശയിക്കുന്ന 4 പ്രതികളിൽ 3 പേരും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാന പ്രതി കൊട്ടേഷൻ നൽകി എന്ന് കരുതുന്നത് ജോമോനാണ്. ജോമോൻ ദേവമാത കാറ്ററിംഗ് എന്ന പേരിൽ ഒരു കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ആളാണ്. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊല നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇനി അല്പസമയം കൂടി എടുത്തേക്കാം. പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട്. അവിടെ മഴ പെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ സമയം കുറച്ചുകൂടി എടുത്തേക്കുമെന്നാണോ അറിയേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പോഴും ഈ കുഴിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മൃതദേഹം ഇതുവരെ പുറത്തേക്ക് എടുത്തിട്ടില്ല. ആ മാൻഹോളിലൂടെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം ഒരു സ്ട്രക്ചറിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് വേണം കരയ്ക്കെത്തിക്കാൻ. ഏതാണ്ട് ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പക്ഷേ ഉടൻ തന്നെ അത്തരം നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. വലിയൊരു കുഴിയാണ് ഈ മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാലിന്യം ശേഖരിച്ചിരുന്ന ഈ ടാങ്ക് എന്ന് പറയുന്നത് വലിയ ആഴത്തിലുള്ള ഒരു കുഴിയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ ഇറങ്ങിയത്. അതിൽ ഈ വേസ്റ്റ് കിടന്നുണ്ടായ ചെളിയുണ്ട്. ആ ചെളിക്കകത്താണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അപ്പോൾ അത് പുറത്തെടുക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായിട്ടുള്ള പണിയാണ്. മാൻഹോളിലൂടെ മൃതദേഹം പുറത്തേക്ക് വരില്ലായിരുന്നു. അതുകൊണ്ട് ആ മാൻഹോളിൻ്റെ ഭാഗം കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനിയിപ്പം താഴത്തേക്ക് ഇറങ്ങി ആ മൃതദേഹം മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഒരു സാധാരണ പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിൽ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നത് പോലെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം കൂടി എടുക്കുമെന്നാണ് കരുതുന്നത്. പ്രതീക്ഷ. ജീന, ഈ പ്രതികളിൽ ആരൊക്കെയുണ്ട് ഇപ്പോൾ അവിടെ?
3 പേരാണ് ഉള്ളത്. ഇതിൽ എല്ലാ പ്രതികളുടെയും പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ആകെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ജോമോനെ മാത്രമാണ്. ജോമോനെ നാട്ടുകാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ജോമോൻ ഈ പ്രദേശവാസിയാണ്. ഒരു വളരെ സാമ്പത്തികമായി മുന്നോക്കം നിന്നിരുന്ന ഒരാൾ കൂടിയാണ്. ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഈ കാറ്ററിംഗ് സർവീസും ഹോട്ടലും ഒക്കെ നടത്തിയിരുന്ന ഒരാളാണ്. മറ്റ് പ്രതികൾ ഈ പുറത്തു നിന്നുള്ളവരാണ്. അവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പേരുകൾ പറയുന്നതിനും ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇതുവരെ ആ പേരുകൾ ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ച് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം തന്നെ SP ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം SP മാധ്യമങ്ങളെ കാണും. ഈ കേസിൽ എന്താണ് നടന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നൽകും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രതീക്ഷ സാമ്പത്തിക തർക്കം തന്നെയാണ് ജെയിൻ എന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല. അതായത് ഈ വ്യക്തിവൈരാഗ്യം അത് പിന്നീട് ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളിലേക്കൊക്കെ എത്തുന്നു. അവരുടെ കൂടി സഹായം കൂടി ഈ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകുന്നു. കൊലപ്പെടുത്താൻ ആ സമയത്ത് ഉദ്ദേശമില്ലായിരുന്നു എന്നാണോ ഇപ്പോൾ പ്രതികളിൽ നിന്നും മനസ്സിലാക്കാൻ, അല്ലെ കസ്റ്റഡിയിലുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരമൊരു വിവരമാണ് ലഭിക്കുന്നത്. അതായത് ഈ തടങ്കലിൽ വെച്ച് ഒരു മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന തരത്തിലേക്കൊരു കൊട്ടേഷനാണ് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ബിജുവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ തട്ടിക്കൊണ്ട് പോരലിനിടയിൽ വാഹനത്തിൽ നിന്ന് ഇദ്ദേഹം തെറിച്ച് വീണു എന്നും കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ചെരുപ്പും അതോടൊപ്പം തന്നെ മുണ്ടും കണ്ടെടുത്തിരുന്നു. അപ്പം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ മർദ്ദനം ഏത് തരത്തിലുള്ള മർദ്ദനമായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ആ മർദ്ദനത്തിലാണ് ഈ ബിജു കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് കരുതുന്നത്. പക്ഷേ ഈ പ്രതികളെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞ മൊഴികൾ മാത്രമല്ല, ആദ്യം പറഞ്ഞ മൊഴികളിൽ പലപ്പോഴും ഈ പ്രതികളൊക്കെ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമാണ്. ആദ്യം തന്നെ പോലീസിന് മുന്നിലുള്ളത് ഈ പ്രതികളെ കിട്ടി ആ പ്രതികൾ പറഞ്ഞിരിക്കുന്ന മൊഴി ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന് ഇത് ഈ മൃതദേഹം ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചത്. അപ്പോൾ ആ ഘട്ടം ആ മൊഴി ശരിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇനി ഈ കേസിലേക്ക് നയിച്ച കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായി ഈ പ്രതികളെ ചോദ്യം ചെയ്യും. അതിനുശേഷമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. പ്രതീഷ് ജയിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അതീവ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അതായത് ഈ മൃതദേഹം മാൻഹോളിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് അത് ശ്രമകരമായിട്ടുള്ള ഒരു പണി തന്നെയാണ്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം കൂടി ഉള്ളതുകൊണ്ട് ജീർണിച്ച അവസ്ഥയിലാണ്. മാൻഹോളിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ സാധ്യമല്ലാതിരുന്നതിനാൽ കോൺക്രീറ്റ് കട്ടറൊക്കെ ഉപയോഗിച്ചാണ് മാൻഹോളിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ സ്ഥലത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ദൗത്യത്തിന് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. ഏകദേശം 3 നിലയോളം വരുന്ന ഒരു കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ താഴത്തെ ആ മാൻഹോളിലേക്കാണ് ഇപ്പോൾ മൃതദേഹം ഉപേക്ഷിച്ചത്. അവിടെ മറവ് ചെയ്തത് എന്നാണ് പ്രതികൾ നൽകിയിരുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പരിശോധനകൾ നടത്തുന്നത്. മൃതദേഹം പുറത്തേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമമാണ് നടത്തുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കപ്പെടണം. പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകണം. ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെ സംശയങ്ങളുടെയും ദുരൂഹതയുടെയും ഒക്കെ തന്നെ ചുരുളാണ് അഴിയാനുള്ളത്. അതിലേക്കുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്നത് മൃതദേഹം കണ്ടെത്തുക എന്നായിരുന്നു. ആ മൃതദേഹം പ്രതികൾ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ആ മൃതദേഹം മാൻഹോളിൽ നിന്നും പുറത്തേക്കെടുക്കുക, ആ ശ്രമമാണിപ്പോൾ ദുഷ്കരമായ ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.